ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാൾ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ വന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ അപ്ലോഡ് എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ബൈക്കും കളഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ഇപ്പോൾ സത്യമായിട്ട് ഒരു കംപ്ലയിൻറ്റുമായിട്ടാണ് ഇത് വരുന്നത്. ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തന്നെ സൂക്ഷിച്ച് വാങ്ങിക്കുക. കാരണം പ്രോഡക്റ്റ് അന്നേരം ഡെലിവറി ബോയുടെ മുമ്പിൽ വെച്ച് തന്നെ പരമാവധി ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. കാര്യം ഇതെനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു അടി കിട്ടുന്നത്. കാര്യം രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറയാം. കാരണം ആദ്യം ഞാൻ പർച്ചേസ് ചെയ്യപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് ടൈമായിട്ട് ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്ത് തുടങ്ങിയപ്പോഴും ഇതുപോലൊരു അബദ്ധം പറ്റിയതിന് ഇപ്പം ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു. കാര്യം കുറച്ച് പ്രോഡക്റ്റ് അത്യാവശ്യ സാധനമായതുകൊണ്ട് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു. ഇന്നലെ അങ്ങനെ മൂന്നാല് പ്രോഡക്റ്റ് ഇന്നലെ ഡെലിവറി ആയി, ഇന്ന് 2 പ്രോഡക്റ്റ് ഡെലിവറി ആയി. അപ്പം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൽ കാണുന്നുണ്ടോ എന്നറിയാൻ വയ്യ, ഇത്രയും പ്രോഡക്റ്റും ഇന്നലെ വന്ന പ്രോഡക്റ്റായിരുന്നു. ഇവിടുന്ന് ഇതുവരെ ഞാൻ ഇന്നലെ വാങ്ങിച്ച പ്രോഡക്റ്റായിരുന്നു. ഇത്രയും ഇന്നലെ ഡെലിവറി ആയ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഒരു പ്രോഡക്റ്റ് മിസ്സിംഗ് ആണ്. പാക്കേജിന് ഒരു പാക്കേജ് പൊട്ടിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പാക്കേജ് കാണിക്കാം. ഈ ഒരു ബോക്സിലായിട്ടും ഒരു ബോക്സിലായിട്ടാണ് പ്രോഡക്റ്റ് വന്നത്. കാര്യം ഇത് അത്രയും പ്രോഡക്റ്റുമാണ് വന്നത്. ഒരു പാക്കേജിനകത്ത്, അതായത് ഈ പാക്കേജിനകത്ത് ഇതും വേറൊരു പ്രോഡക്റ്റും വരേണ്ടതാണ് വന്നിട്ടില്ല. ഇതിനകത്ത് ബില്ലും ഇല്ലായിരുന്നു. ഓക്കെ, സംഭവം ബില്ലും ഇല്ലായിരുന്നു. അതേപോലെ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് വാഷും പിന്നെ 2 ഐറ്റംസും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സേഫായിട്ട് വന്ന് അതിനുള്ള ബില്ലും ഉണ്ട്. 3 ഐറ്റംസിൻ്റെ ബില്ലുണ്ട്. പക്ഷേ രണ്ടാമത് ബോക്സിൽ വന്ന ബില്ലില്ലായിരുന്നു. ഒന്നാമത്തെ ബില്ലില്ലാത്തപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം പ്രോഡക്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് മിസ്സിംഗ് ആണെന്ന് മനസ്സിലായപ്പോഴും ഞാൻ കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തു. അത് മിസ്സിംഗ് എന്നുള്ള പ്രോഡക്റ്റ് അവർ കാണിക്കുന്നില്ല. അത് ഏത് പ്രോഡക്റ്റാണ് മിസ്സിംഗ് ആയെന്നുള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരുന്നില്ല. എത്ര നോക്കിയിട്ടും വരുന്നില്ല. അതുപോലെ പ്രോഡക്റ്റ് എത്ര രൂപ പ്രോഡക്റ്റ് ആയാലും ആമസോൺ പാക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പാക്കേജ് പൊട്ടിയിട്ടില്ല. കാരണം പാക്കേജ് പൊട്ടിച്ച് പാക്കേജ് ഞാൻ പിള്ളേർ കളിക്കാൻ എടുത്തിട്ട് പോലും ഞാൻ എടുക്കാതെ അതുപോലെ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പാക്കേജിന് ഒന്നിനും ഒരു ഡാമേജും ഒന്നുമില്ല. പക്ഷെ ഒരു സാധനം മിസ്സിങ് ആണ്. പാക്ക് ചെയ്ത പ്രോഡക്റ്റിൽ നിന്ന് എന്താ പറയുക, ലേബിളുകൾക്ക് അതെങ്ങനെ ഒരു പ്രോഡക്റ്റ് മാത്രം മിസ്സാവുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അത് ഞാൻ പേ ചെയ്ത് 2 പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പേയും ചെയ്തതാണ്. വിത്ത് ഓൺലൈനാണ് പേ ചെയ്തത്. അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നെങ്കിലും ഇവിടെ വന്നിട്ട് ഗൂഗിൾ പേ സ്കാൻ വഴിയാണ് ഞാൻ പൊട്ടിച്ച് നോക്കിയത്. എൻ്റെ അബദ്ധത്തിൽ ഞാൻ പൊട്ടിച്ച് നോക്കിയത്. പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പൊട്ടിച്ച് നോക്കാമെന്നില്ല, ഞാൻ പിന്നാണ് പൊട്ടിച്ച് നോക്കിയത്. പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് മിസ്സിങ് ആണ്. ഞാൻ ഇന്നലെ തൊട്ട് മിസ്സിങ് ഇത് പറയുന്നുണ്ട്, കോളും ചെയ്യുന്നുണ്ട്, അനക്കമില്ല. ഇതുപോലൊരു ഇത് എനിക്കൊരു ജനുവരിയിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഫെബ്രുവരിയിൽ ഞാനൊരു 2 പെർഫ്യൂം വാങ്ങിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ എന്താണെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. 2 പെർഫ്യൂം പാക്കേജായിട്ട് വാങ്ങിച്ചപ്പോൾ 2000 സംതിങ് നല്ലൊരു ഫ്രേഗ്രൻസ് ഉള്ള പെർഫ്യൂമായിരുന്നു. പെർഫ്യൂം സംഭവം എൻ്റെ കയ്യില്ല. കാരണം ഹസ്ബൻഡിനും എനിക്കും കൂടെ ഒരു കോംബോ പാക്കറ്റാണ് വാങ്ങിച്ചത്. എല്ലാ പെർഫ്യൂമൊന്നും അത്ര പിടിക്കത്തില്ല. ഈ പെർഫ്യൂം ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. 2 പാക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ഇത് 2 കോംബോ ഒത്തിരി ഓഫർ കുറവായിട്ടുള്ളത് ഞാൻ വെച്ചു ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പം ഡെലിവറി ആവാൻ കുറച്ച് ഒത്തിരി താമസം എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, അവസാന സമയമാണ്. ഞാൻ ഒരു സർപ്രൈസായിട്ട് ഒരു നല്ലൊരു പെർഫ്യൂം എടുക്കാനായിട്ട് 2-3 പെർഫ്യൂം ഞാൻ ആൾ വെളിയിലാണെങ്കിലും എല്ലാ പെർഫ്യൂമൊന്നും ഇഷ്ടപ്പെടുത്തില്ല. അത്യാവശ്യം കുഴപ്പം നല്ലതല്ലാത്ത പെർഫ്യൂം ആയിരുന്നു അത്. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. 2 ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടം. ഒന്ന് ബെല്ല ബ്യൂട്ടിയുടെ പെർഫ്യൂമും ഒന്ന് ഈ ഫെർനോട്ടോ എന്നൊരു ബ്രാൻഡുണ്ട്. ഇപ്പോൾ കുറച്ച് നാളെ ഇറങ്ങിയിട്ട് അതിനകത്ത് പാക്കേജിങ് തന്നെയാണ് സത്യത്തിൽ 2 ഒന്ന് എനിക്കും ഇന്ന് കൂടെ ഞാൻ വാങ്ങിച്ചത്. കോംബോ സെക്ഷൻ ആയതുകൊണ്ട് അത് വാങ്ങിച്ചത്. അതിൽ ഒരു പെർഫ്യൂം മിസ്സിങ് ആയിരുന്നു. അത് ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാൻ ആളുടെ അടുത്ത് പോകുന്ന വരെ ഞാൻ വിളിച്ച് എനിക്കൊന്നെങ്കിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് തരാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അവസാനം എൻ്റെ കോൾ എടുക്കാത്ത അവസ്ഥയായി. ഒരു രീതി വരെയായി. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ആമസോൺ ഇന്ന് ഡെലിവറി എനിക്ക് ചെയ്ത അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് മിസ്സിംഗ് ആണ്. പാക്കേജ് ഒന്നും പൊട്ടിപ്പോയതോ നാശമായിട്ടോ ഒന്നുമില്ല. പക്ഷേ സംഭവം മിസ്സിംഗ് ആണ്. അത് ഞാൻ അവരെ ഇന്നലെ തൊട്ട് വിളിക്കുന്നുണ്ട്, ഇന്നും ഞാൻ വിളിച്ചു കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആവുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം, ഏത് ഇതിലായിട്ടാണ് മെയിൽ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ആമസോണിൽ ഏത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങി ഡെലിവറി ബോയ് പറ്റുവാണെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് തന്നെ ഓപ്പൺ ചെയ്യുക. സംഭവം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യുക ബില്ലുണ്ടോ എന്ന്. 2 പാക്കേജിങ് 3 പാക്കേജിങ് ആയിട്ടാണ് ആമസോണിൽ നിന്ന് വരുന്നെങ്കിൽ അന്നേരം ബില്ലുണ്ടോ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ബില്ലുണ്ടോ ചെക്ക് ചെയ്യുക. കാരണം ആമസോണിൽ മേലിലൊരു ബാർകോഡ് അല്ലാതെ ID കാർഡ് അല്ലാതെ വേറെ ഒന്നും അവർക്ക് വരുന്ന ഡെലിവറി ബോയ്സിനല്ലാതെ ഇതിൻ്റെ ലിങ്ക് ഒന്നും. പിന്നെ നമുക്ക് മെയിൽ വരും, അന്നേരം നമ്മൾ അവിടെ ഇല്ലെങ്കിൽ പേ ചെയ്യാനുള്ളൊരു ലിങ്ക് വരും. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് അവർ പ്രത്യേകം പറഞ്ഞു, എനിക്ക് വന്ന മെസ്സേജിനകത്ത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് 2 ഐറ്റം ഉണ്ടെന്നുള്ളത്.
ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ മെസ്സേജ് ഒരു 3-4 പ്രാവശ്യം ഞാൻ എടുത്തെടുത്തു, കാരണം അത് 2 ഐറ്റം, ആ പാക്കേജിൽ വരുന്ന 2 ഐറ്റം തന്നെയാണോ 2 ഐറ്റം തന്നെയാണോ കൺഫേം ചെയ്യാനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം അത് എടുത്ത് നോക്കി. ഇതാ കണ്ടില്ലേ, ഈ ഇന്നലെ വന്ന പ്രോഡക്റ്റാണ്. അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് 2 ഐറ്റംസ് അതിനകത്തുണ്ടെന്ന്, മറ്റേതിനകത്ത് 3 ഐറ്റംസ് എന്ന്. 2 സെപ്പറേറ്റ് ആമസോണിൽ തന്നെ മെസ്സേജ് വരുന്നുണ്ട്. എല്ലാം വരുന്നത്, ഇതൊക്കെ സ്ക്രീൻഷോട്ടാക്കി ഞാൻ ഇട്ടേക്കാം കേട്ടോ. എല്ലാം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡെലിവറി, നമുക്ക് ആ സാധനം വന്നില്ലെന്ന് എത്ര പറഞ്ഞു, ബില്ലില്ലെങ്കിൽ അന്നേരം തിരിച്ചു കൊടുക്കുക. നമുക്കൊരു 3-4 പ്രോഡക്റ്റ് ഒരുമിച്ച് ഡെലിവറി ആണ്. കാരണം ഞാൻ പാമ്പേഴ്സ്, ഡിറ്റർജൻറ്റ് പൗഡർ, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിക്കുമല്ലോ. ഇങ്ങനെ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റൊക്കെ ഞാൻ ബൾക്കായിട്ട്, ചില സമയത്ത് ബൾക്കായിട്ടെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ഇട്ട് വെക്കും. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അത്യാവശ്യം പ്രൈസ് കുറവിനുള്ളപ്പം ഞാനത് വാങ്ങിക്കുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പം ഇതെന്ത് വേണം, ഒന്നെങ്കിൽ ആമസോൺകാർ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കുക. ഞാൻ വേറെ കുറേ പേരുടെ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കിത് ഫെബ്രുവരി സംഭവിച്ചിട്ട് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസമേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റാണ്. പാക്കേജിനകത്ത് മിസ്സിങ്, പാക്കേജിൽ സംഭവം ഇല്ല. ഞാൻ അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ച് മിസ്സായി എന്താണെന്ന് അറിയത്തില്ല. ഫേവറേറ്റായിട്ട് തോന്നിയ 2 പെർഫ്യൂമാണ്. ആർക്കുള്ള പെർഫ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കുള്ള പെർഫ്യൂം അതിനകത്തില്ലായിരുന്നു. 2 പാക്കേജ്, നല്ല പാക്കേജ് ആമസോണിൻ്റെ ഇത് ഇട്ടിട്ട് അവരുടെയും ആ കമ്പനിക്ക് ഫെറൻഡോ പെർഫ്യൂം, അതിലെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അതിൻ്റെയും കൂടെ നല്ല പാക്കിങ്ങിലാണ് വന്നത്. പക്ഷെ തുറന്നു നോക്കി അതിൻ്റെ മേളിൽ പ്രത്യേകം അവർ എഴുതിയിട്ടും ഉണ്ടായിരുന്നു 2 പെർഫ്യൂം, ഈ ബ്രാൻഡിൻ്റെ 2 പെർഫ്യൂമാണെന്ന്. അൺസെൻറ്റഡ് ബ്ലൂവും ഒന്ന് എനിക്ക് വാട്ടറില്ലാതെ കാണാൻ തോന്നും. 2 അതിൻ്റെ മേലിൽ, ആ ബോക്സിൻ്റെ മേളിൽ പേനയും കൊണ്ട് എഴുതി 1 എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, 1 എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അവർ പറയാമെന്ന് പറയുന്നല്ലാതെ അവർ പറഞ്ഞില്ല. അവസാനം ആ റിട്ടേണിങ് ഡേറ്റ് എല്ലാം ക്യാൻസലായിപ്പോയി. ആ പ്രോഡക്റ്റ് അങ്ങനെ പോയി. അതിന് അത്യാവശ്യം എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു, അതും പോയി. ഇതിനും പ്രൈസ് ഇല്ലെന്നല്ല, ഇതിനും പ്രൈസ് ഉണ്ട്, ഒരുപാട് പ്രൈസ് ഉണ്ട്. സംഭവം 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്താണ്, ഇവരെ വിശ്വസിച്ചാണ് വാങ്ങിക്കുന്നത്. ഡെലിവറി ബോയ്സ് കൊണ്ട് ഇത് കീറിയൊക്കെ ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ മഴയത്ത് കയറി ഡെലിവറി ബോയ്സ് എടുത്തായിരിക്കും, എനിക്ക് മിസ്സായി പോയതായിരിക്കും. സംഭവം പാക്കേജിങ്ങിനകത്തും ഇല്ല, ബില്ലും ഇല്ല. ഒരു ബാഗിലുള്ള ബില്ല് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം അതൊന്ന് കാരണം ആദ്യം ഞാൻ വിചാരിച്ചു, ആദ്യത്തെ ആ ഒരു സംഭവം നടന്നു വെച്ച് വേണ്ട, റിപ്പോർട്ട് ചെയ്യേണ്ട, ഓക്കെ അത് തിരിച്ച് കിട്ടുമായിരിക്കും എന്നുള്ള ഇതായിരുന്നു. അതോടെ എൻ്റെ ആ ഒരു ഇതങ്ങ് പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതിന് നല്ലതായിരിക്കും തോന്നുന്നു. അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമെങ്കിൽ അവരുടെ കോംബോ പാക്ക് 2 ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ 3 ഉണ്ട്. കോംബോ 3 ആയിട്ട് വാങ്ങിക്കേണ്ട 2 അപ്പം 2 ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഫസ്റ്റ് ബ്രാൻഡ് അല്ലെന്ന് വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അതുപോലെ ഇങ്ങനെ അബദ്ധം പറ്റാതെ ഇനി സൂക്ഷിക്കുക. ഒരുപാട് പേര് എന്താ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഓരോ വെബ്സൈറ്റിൽ നിന്നും ഓരോ മിസ്സിങ് ആയാലും പൊട്ടിപ്പോയി ആയാലും ഡെലിവറി ബോയ്സ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സംഭവിച്ചേക്കുന്നതെല്ലാം വരുമ്പോഴേ പാക്കിംഗ് എല്ലാം കറക്റ്റായിരിക്കും, പാക്കിംഗ് ലീക്കോ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ സംഭവം കാണത്തില്ല. അതെങ്ങനെ, അതും ഈ ആമസോൺ ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, എല്ലാവരും മിക്കവാറും പേരും ആമസോണിൽ നിന്ന് ഇങ്ങനത്തെ ബ്രാൻഡിൽ നിന്നൊക്കെ ആപ്പിൽ നിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും. നമുക്ക് ഇച്ചിരി ലാഭം നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രൈസും കൂടെ, അതിൻ്റെ ഡെലിവറി ചാർജും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഞാനിതിന് പ്രൈസ് കൊടുത്തത്, നേരത്തെ മിസ്സായതിൻ്റെയും പ്രൈസ് കൊടുത്താണ്. അതിൻ്റെ വിവരം ഒന്നുമില്ല, ഇതിൻ്റെയും വിവരം ഇതുവരെ ഒന്നുമില്ല. പക്ഷേ എനിക്കിത് എടുക്കാതിരിക്കാൻ, കാരണം ഇത് 2 ഒരു പാക്കേജിങ്ങിലാണ് വന്നത്, ഇത് എടുക്കാതിരിക്കാനും ഒക്കാത്ത അവസ്ഥയാണ്. കാര്യം ഞാനിത് ഒരു പിള്ളേർക്കൊക്കെ ജ്യൂസ് അടിക്കാനുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. ഇപ്പോൾ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. അത് ഞാൻ നിങ്ങളോട് ഇതുവഴി പറയാം, എന്തോ വേണമെന്ന് അറിയാൻ വയ്യത്തുണ്ട്, നിങ്ങളൊരു ഐഡിയ പറയാം, ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായി ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. എത്രയും പെട്ടെന്ന് കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്ന് എഡിറ്റ് ചെയ്യാനോ എനിക്ക് ഒന്ന് സാവകാശം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കംപ്ലയിൻറ്റുമായിട്ട് ഇത് വന്നെന്ന് വിചാരിക്കരുത്. ഞാനിത് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഞങ്ങൾക്ക് എന്തായാലും മെസ്സേജ് ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ. മിസ്സായ ഐറ്റം ഈ ഒരു പ്രോഡക്റ്റാണ്. ഇന്നലെയാണ് ഈ 4 ഡെലിവറി ആയത് 2 ബോക്സായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മിസ്സിങ് വരാതായി എല്ലാവരും സൂക്ഷിക്കുക.